നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. 2026 നക്ഷത്രം വിചിന്തനം ചെയ്ത് ഗുണദോഷ വശങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി ദോഷങ്ങൾക്ക് പരിഹാരമായി മാർഗനിർദ്ദേശം നൽകുന്നു. അതിനായി ജാതക പരിശോധന നടത്തുന്നു. ഒരു നിശ്ചിതമായ തുക ഈടാക്കുന്നു. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. വളരെ ശക്തിഭദ്രമായിരിക്കുന്ന യന്ത്രങ്ങൾ കൃത്യമായി ജാതക പരിശോധന നടത്തി നിങ്ങളുടെ കൈകളിലെത്തിക്കുന്നു. സർവകാര്യ നേട്ടങ്ങൾക്കായി സുദർശന യന്ത്രം, വിവാഹ തടസ്സം മാറാൻ സ്വയംവര യന്ത്രം, വശ്യത്തിനായി ബാണേശി, ധനത്തിനായി ധനലക്ഷ്മി, ത്രിപുരസുന്ദരി, നവഗ്രഹ അനുഗ്രഹത്തിനായി നവഗ്രഹ യന്ത്രം തുടങ്ങി ജാതക പരിശോധനയിൽ ഏതാണോ നിങ്ങൾക്ക് ധരിക്കേണ്ടുന്ന യന്ത്രം അത് ഉപാസനാമൂർത്തികളിൽ നിന്ന് ശക്തിയോടുകൂടി ഏറ്റുവാങ്ങി നിങ്ങൾക്ക് തരുന്നു. താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബു ബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വിഘ്നേശ്വര ഓം മഹേശ്വരായ നമോ നമഃ. ഓം പാർവതീദേവി അമ്മേ ഭഗവതി അമ്മേ. ഓം സുബ്രഹ്മണ്യസ്വാമി സ്വാമി ശനി. ഓം ദുർഗാദേവി ഭദ്രകാളി അമ്മേ ശനി. ഓം മഹാവിഷ്ണുദേവായ ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 ധാരാളം യോഗങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ആ യോഗങ്ങൾ കൊണ്ട് എല്ലാ നക്ഷത്രജാതർക്കും അതിൻ്റേതായ ഗുണഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് 5 രാജയോഗങ്ങളെക്കുറിച്ചാണ്, പഞ്ചഗ്രഹീ യോഗങ്ങളെക്കുറിച്ചാണ്. രാജയോഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയും വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു ജീവിതത്തിൻ്റെ സാഹചര്യം തന്നിലേക്ക് വന്നു ചേരുകയാണ് എന്നുള്ളത്. അത്തരത്തിലൊരു ശുഭാപ്തി വിശ്വാസമാണ് രാജയോഗമെന്ന് കേൾക്കുന്നതിലൂടെ നമ്മൾ ഓരോരുത്തരിലും വന്നു നിറയുന്നത്. അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. രാജയോഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ രാജാവിനെ പോലെ എല്ലാറ്റിനും എല്ലാ അർത്ഥത്തിലും വളരെ സന്തോഷപൂർണ്ണമായിരിക്കുന്നൊരു ജീവിതത്തിൻ്റെ ഒരു വ്യവസ്ഥിതി നമ്മളിലേക്ക് വന്നു ചേരുകയാണ്. ധനമാണെങ്കിലും മറ്റ് സമ്പൽ സമൃദ്ധിയാണെങ്കിലും ആഭരണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും ആഹാരമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും എല്ലാം അതിനെ സംരക്ഷിക്കുവാനും അതിന് നല്ല തരത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുമൊക്കെയുള്ള എല്ലാ വഴികളും നിറയുക എന്നുള്ളതാണ് രാജയോഗത്തിൻ്റേതായ പ്രത്യേകതകളെന്ന് പറയുന്നത്. രാജയോഗങ്ങൾ വന്നു ചേരുമ്പോഴുണ്ടാകുന്ന ഗുണങ്ങൾ കൊണ്ട് കരിയർ, അതുപോലെ തന്നെ സാമ്പത്തികം, വിവാഹം, ദാമ്പത്യം, ജീവിതത്തിൻ്റെ മറ്റ് ഘടകങ്ങളെല്ലാം തന്നെ ഏതു തരത്തിലാണെങ്കിലും വളരെ ശാന്തവും സന്തോഷകരമായിരിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. ഗ്രഹങ്ങളുടെ സേനാപതിയായിരിക്കുന്ന ചൊവ്വ ഫെബ്രുവരി 23 കുംഭം രാശിയിലേക്ക് ചേരുകയാണ്. ശനി ഭരിക്കുന്ന കുംഭം രാശിയിലേക്ക് ചൊവ്വയുടെ സംക്രമണം നടക്കുന്നത് വളരെ ഭാഗ്യദായകമാണ്. ഈ സമയത്ത് രാഹു, സൂര്യൻ, ബുധൻ, ശുക്രൻ ഈ ഗ്രഹങ്ങളും ഇവയുമായി ചേർന്ന് നിൽക്കുന്നതായി കാണുന്നു. ആയതുകൊണ്ട് തന്നെയാണ് ഇവ തമ്മിൽ അന്യോന്യം ഉണ്ടാകുന്ന ചേർച്ചയിൽ രൂപപ്പെടുന്ന രാജയോഗങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് പഞ്ചഗ്രഹി യോഗം എന്ന് നമ്മൾ പറയുന്നത്. ഇത് സ്വാഭാവികമായും ഇതിൽ പറയുന്ന നക്ഷത്രജാതരെ മുഴുവൻ സമ്പത്തിൻ്റേതായിരിക്കുന്ന മേഖലയിലേക്ക് ഉയർത്തിക്കൊണ്ടു പോവുക തന്നെ ചെയ്യും. കാരണം ഒരു രാജയോഗമല്ല എന്നുള്ളതാണ്, 5 രാജയോഗങ്ങളാണ്. ബുധൻ്റെയും ശുക്രൻ്റെയും സംയോഗ ഫലമായി ലക്ഷ്മി നാരായണ രാജയോഗം, അതുകൂടാതെ സൂര്യനും ശുക്രനും തമ്മിൽ ചേർന്ന് ആദിത്യ ശുക്ര രാജയോഗം. ഈ ദിനത്തിൽ തന്നെയാണ് സൂര്യനും ചൊവ്വയും തമ്മിൽ ചേർന്ന് മംഗളാദിത്യ രാജയോഗം രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ സൂര്യനും ബുധനും തമ്മിൽ ചേർന്ന് ബുധാദിത്യ രാജയോഗം രൂപം കൊള്ളുന്നു. കൂടാതെ ശുക്രനും ചൊവ്വയും തമ്മിൽ ചേർന്ന് ധനശക്തി രാജയോഗവും രൂപം കൊള്ളുന്നു. ഇതെല്ലാം തന്നെ ഫെബ്രുവരി 23 നടക്കുന്നത്. തീർച്ചയായും ഈ ഗ്രഹങ്ങളുടെ യോജിപ്പിലൂടെ ഉണ്ടാകുന്ന രാജയോഗങ്ങൾ 4 രാശിക്കാർക്ക് വമ്പൻ
ഭാഗ്യങ്ങളാണ് അനുഗ്രഹിച്ച് നൽകാൻ പോകുന്നത്. 4 രാശിയിലെ നക്ഷത്ര ജാതർ തീർച്ചയായിട്ടും രാജകീയ സുഖങ്ങളോടുകൂടി ഒരു വർഷക്കാലത്തോളം ഭംഗിയായി ജീവിതത്തിൻ്റെ സന്തോഷം ആസ്വദിച്ച് ജീവിക്കുമെന്നുള്ളതാണ്. ഫെബ്രുവരി 23 നടക്കുന്ന ഈ രാജയോഗങ്ങളുടെ ഫലം അനുഭവിക്കുന്ന രാശിക്കാരെല്ലാമാണെന്നാണ് നമുക്ക് നോക്കേണ്ടുന്നത്. ആദ്യത്തേത് മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേരുന്ന മേടം രാശി. മേടം രാശിക്കാർക്ക് 2026 ഈ രാജയോഗങ്ങൾ വഴി സാമ്പത്തികമായ ഏറ്റവും ഉയർച്ചയുണ്ടാക്കുന്ന സമയമാണ്. വരുമാനമൊക്കെ ഏറെ വർദ്ധിച്ചു വരുന്ന സമ്പന്നമായൊരു സമയതലത്തിലേക്കാണ് ഈ 5 രാജയോഗങ്ങളും ഈ രാശിക്കാരെ കൊണ്ടെത്തിക്കുന്നത്. ഈ രാശിക്കാരുടെ ആഡംബര ജീവിതത്തിന് അനുയോജ്യമായ സമയമാണ്. ആഡംബര ജീവിതം എന്ന് പറയുമ്പോൾ സ്വർഗതുല്യമായ ജീവിതം എന്നാണ് അർത്ഥം. അല്ലാതെ പണമെല്ലാം കൂടി വാരി ചെലവാക്കി ജീവിക്കുന്നു എന്ന് നമുക്കിതിനകത്ത് അർത്ഥമാക്കേണ്ട കാര്യമില്ല. ഇത്രയും കാലം ജീവിതത്തിൽ വളരെ സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇത്രയധികം സമ്പത്ത് കയ്യിലേക്ക് വന്നു ചേർന്നൊരു കാലം ഈ രാശിക്കാർക്കുണ്ടാവില്ല. അത്രത്തോളം സമ്പത്താണ് ഈ രാശിക്കാരിലേക്ക് 5 രാജയോഗ ഫലമായി വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ വീട് മോടി പിടിപ്പിക്കുക, അതുപോലെ തന്നെ വിലകൂടിയ വസ്ത്രങ്ങൾ ധരിക്കുക, ആഭരണങ്ങൾ എടുക്കുക, വാഹനങ്ങൾ വാങ്ങുക തുടങ്ങിയവയൊക്കെ തന്നെ ഇതിനകത്ത് വരുന്ന പ്രാധാന്യങ്ങളാണ്. അതിനെ ചേർത്തിട്ടാണ് നമ്മൾ ആഡംബരം എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചിലവുകൾ വർദ്ധിക്കുന്നതിനായുള്ള സാധ്യതയും കാണുന്നുണ്ട്. യാത്രകളൊക്കെ നമ്മൾ രൂപീകരിക്കും. അതുപോലെ തന്നെ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള സാധന സാമഗ്രികൾ വാങ്ങുവാനുള്ള തീരുമാനമിട്ട് പോകും. അപ്പോഴൊക്കെ സാധ്യത, അതായത് സമ്പത്തിൻ്റേതായിരിക്കുന്ന, അതായത് അതിനെ ചിലവാക്കുന്നതായ സാധ്യതകൾ വളരെ കൂടുന്നു. ധനമാറ്റങ്ങൾ പല കോണിൽ നിന്നും ഈ രാശിക്കാരെ തേടിയെത്തും എന്നുള്ളതാണ്. സാമ്പത്തികമായി വലിയ മാറ്റമാണ് ജീവിതത്തിൽ ഈ രാശിക്കാരായ നക്ഷത്രജാതർക്ക് വന്നു ചേരുന്നത്. മേടം രാശിക്കാരായ നക്ഷത്രജാതർക്ക് തീർച്ചയായും വലിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുവാൻ പറ്റിയ സമയമാണ്. അപ്രതീക്ഷിതമായി തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തരത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കുവാൻ കഴിയുന്നത്. ധാരാളം അനുകൂലമായ സാമ്പത്തിക മാറ്റങ്ങളും അതുപോലെ തന്നെ സമ്പത്തിൻ്റെ വ്യവസ്ഥകളും ജീവിതത്തിൽ തന്നെ ഏറെ സന്തോഷകരമായ നിമിഷങ്ങളുമൊക്കെ വന്നു ചേരുന്ന അത്യപൂർവങ്ങളായിരിക്കുന്ന മുഹൂർത്തങ്ങൾ നിറഞ്ഞ ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ 5 രാജയോഗങ്ങൾ അങ്ങനെ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമല്ല. പക്ഷേ 2026 ഫെബ്രുവരി 23 ഗ്രഹങ്ങളുടെ ഈ സംയോജന പ്രകാരമായി ഗ്രഹങ്ങളുടെ ഈ ചേർച്ചയുടെ അടിസ്ഥാനത്തിൽ 5 രാജയോഗങ്ങൾ രൂപപ്പെടുന്നത് ചില രാശിക്കാർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ്. അതിലൊന്നാണ് മേട രാശി അഥവാ മേടക്കൂർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മേടക്കൂറിലെ നക്ഷത്ര ജാതരായിരിക്കുന്ന ജനങ്ങൾക്ക് സർവ്വ സൗഭാഗ്യങ്ങളാണ്. തിരിഞ്ഞ് നോക്കേണ്ടാത്തതായിരിക്കുന്ന ഒരു കാലമാണ് അവരുടെ ജീവിതത്തിൽ സംജാതമാകുന്നത്. കിട്ടുന്ന പണം കുറച്ചൊക്കെ സ്വരുക്കൂട്ടി വയ്ക്കുവാനുള്ള ശ്രമം കൂടി നടത്തണം. ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അടുത്തത് ഇടവം രാശിയാണ്. കാർത്തിക മുക്കാൽ രോഹിണി മകയിരം പകുതി ചേരുന്ന ഇടവം രാശി. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 5 രാജയോഗങ്ങൾ സ്വാഭാവികമായിട്ടും സമ്പത്തിൻ്റേതായിരിക്കുന്ന പടികളിലൂടെ ഉയർന്നുയർന്നു പോകുന്ന തലത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. ഓരോ പടികളിലൂടെ ഇന്ന് കുറച്ച് കിട്ടും, നാളെ അതിൽ കൂടുതൽ, മറ്റന്നാൾ അതിൽ കൂടുതൽ, അങ്ങനെ സമ്പത്തിൻ്റെ വർധനവ് അടിക്കടി വർദ്ധിച്ചു വരുന്ന തലമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 സമ്പന്നമാകുവാൻ കഴിയുന്ന വർഷം തന്നെയാണ്. 5 രാജയോഗങ്ങൾ അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും സമ്പന്നതയുടേതായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഉയർന്നു പോവുക എന്നുള്ളതാണ്. ഈശ്വരീയമായ വിശ്വാസം എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചു കൊള്ളുക എന്നുള്ളതാണ്. നമുക്ക് ദൈവത്തിൻ്റേതായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണം എന്നുള്ളതാണ് ഈ രാജയോഗങ്ങളിലൂടെയൊക്കെ വന്നു ചേരുന്ന ഒരു സന്ദേശമെന്ന് പറയുന്നത്. കാലാകാലങ്ങളായി ഒട്ടനവധി ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു കൊണ്ടിരുന്ന നക്ഷത്രജാതരെ ഈശ്വരൻ്റേതായിരിക്കുന്ന അനുഗ്രഹ വ്യവസ്ഥകൾ കൊണ്ട് സംരക്ഷിക്കുകയാണ് ഓരോ രാജയോഗങ്ങൾ നൽകി ചെയ്യുന്നത്. സ്വാഭാവികമായും 5 രാജയോഗം എന്ന് പറയുന്നത് കുഞ്ഞുകളിയല്ല. അത്രത്തോളം രാജയോഗങ്ങൾ വന്നു ചേരുമ്പോൾ അത് അനുഗ്രഹിക്കുന്ന രാശിക്കാരെന്ന് പറയുന്നത് സൗഭാഗ്യങ്ങൾ ഏറെയുള്ളവർ തന്നെയാണ്. അപ്പോൾ ആ സൗഭാഗ്യങ്ങളെ അനുഭവിക്കുവാൻ ഈശ്വരൻ്റേതായിരിക്കുന്ന അനുഗ്രഹം വേണം. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.
ഈ രാശിക്കാർക്ക് സാമ്പത്തിക സ്ഥിതി വളരെയധികം ശക്തിയാർജിക്കുന്നു. അതുപോലെ തന്നെ ധനധാന്യ മാറ്റങ്ങൾ ജീവിതത്തിൻ്റെ ഏറ്റവും ഉയരങ്ങളിൽ ഇവരെത്തിക്കുക തന്നെ ചെയ്യും. ധനം, ധാന്യം, അതായത് കാർഷിക ഭൂമിയിൽ ഇവർ അധ്വാനിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ തീർച്ചയായിട്ടും അധ്വാനം വളരെ ലാഭം നേടിക്കൊടുക്കുന്ന തരത്തിൽ അവരെ അനുഗ്രഹിക്കും. ധനം പല വഴിയിലൂടെയും ഇവർക്ക് വന്നു ചേരും. ആ ധനം ഉപയോഗിച്ച് കാർഷിക വൃത്തി നടത്തുക ധനധാന്യ അഭിവൃദ്ധിയാണ്. കാർഷിക വൃത്തി മണ്ണിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചാൽ മണ്ണ് ധാരാളം സമ്പത്ത് ഇവർക്ക് നൽകുമെന്നുള്ളതും യോഗത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജോലികൾ, അതായത് ഓരോ വർക്കുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന സമയമായിരുന്നുവെങ്കിലും അതിൽ നിന്നെല്ലാം മോചിതരാകുന്ന സമയം കൂടിയിട്ടാണ് 2026 എന്ന് പറയാം. 5 രാജയോഗങ്ങൾ അതിൻ്റെ ഒരു അനുഗ്രഹം കൂടി തരുന്നുണ്ട്. ജോലിയിലൊക്കെ എന്തെങ്കിലും പിഴവുകളോ മറ്റു കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ജോലിയിൽ ചില സ്ഥാനമാറ്റങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരായിരിക്കുന്ന ജനങ്ങൾക്ക് അതിൽ നിന്ന് ഒരു വലിയ മാറ്റം തന്നെ പ്രതീക്ഷിക്കാം. സ്വാഭാവികമായ ഒരു തെറ്റുകാരല്ല എന്നുവരെ വിധി കണ്ടെത്തുവാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിച്ചേരും. അത്തരത്തിൽ ഈ നക്ഷത്രജാതരെ സംരക്ഷിക്കുന്ന 5 യോഗങ്ങളാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അതുപോലെ തന്നെ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. 2026 ഇടവം രാശിക്കാരായ നക്ഷത്രജാതർക്ക് തീർച്ചയായിട്ടും അവരാഗ്രഹിക്കുന്ന തലത്തിൽ ജോലി ലഭിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ടാകുമെന്നർത്ഥം. അതുപോലെ തന്നെ ജീവിതത്തിൽ വളരാൻ അനുകൂലമായ ധാരാളം അവസരങ്ങൾ ഇടവം രാശിക്കാരിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അതുപോലെ ബിസിനസ് യാത്രകൾ ചെയ്യേണ്ടി വരും. ആ ബിസിനസ് യാത്രകളെല്ലാം തന്നെ വലിയ സാമ്പത്തികമായിരിക്കുന്ന ഊർജം നൽകുന്ന തരത്തിലേക്ക് തന്നെ ആയിരിക്കും. പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കും. ആ സൗഹൃദങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായ തലത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. ജീവിതത്തിൽ ഏറെ ലാഭം ഉണ്ടാകുന്ന വർഷമാണ് 2026. ഈ പഞ്ചഗ്രഹി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തിൽ വളരെ ശാന്തിയും സമാധാനവും സന്തോഷവുമൊക്കെ നിറയുന്ന ഒരനുഭവമാണ് 2026 ഈ പഞ്ചഗ്രഹി യോഗത്തിലൂടെ ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. ഫെബ്രുവരി 23 ശേഷം സ്വാഭാവികമായി നമ്മളീ പറഞ്ഞ കൂറുകാർക്കെല്ലാം തന്നെ, അല്ലെങ്കിൽ ആ കൂറുകാരിലെ നക്ഷത്രജാതർക്കെല്ലാം തന്നെ അത്യപൂർവങ്ങളിൽ അപൂർവങ്ങളായിരിക്കുന്ന ധനശേഷി തന്നെയായിരിക്കും വന്നു ചേരുന്നത്. അടുത്തത് മിഥുനം രാശിയാണ്. മകയിരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് പഞ്ചഗ്രഹി യോഗത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത് പല തരത്തിലുള്ള ജീവിത മാറ്റങ്ങളാണ്. സ്വാഭാവികമായും ഇന്നലെ വരെ ഉണ്ടായിരുന്ന ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ. കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയിട്ട് വന്നതിനു ശേഷം കുചേല ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ ഉണ്ടാകുമോ അത്തരം നന്മകളാണ് ഈ രാശിക്കാരിലേക്ക് വന്നു നിറയാൻ പോകുന്നത്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി ജീവിതത്തിൽ തന്നെ തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് ഉണ്ടാവുകയില്ല. അത്രത്തോളം സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള പഞ്ചഗ്രഹി യോഗത്തിൻ്റെ അനുഗ്രഹത്തിലാണ് നിങ്ങളിപ്പോൾ. വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന ജീവൽ പശ്ചാത്തലമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈശ്വരൻ്റേതായിരിക്കുന്ന വിശ്വാസങ്ങളെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം ജീവിക്കുന്നതിനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീകൃഷ്ണൻ കുചേലൻ ഒന്നും പറയാതെ തന്നെയാണ് ശ്രീകൃഷ്ണൻ കുചേലന് സർവ്വ സൗഭാഗ്യങ്ങളും നൽകുന്നത്. അതുപോലെ ഓരോ നക്ഷത്ര വ്യവസ്ഥകളെയും നന്നായി മനസ്സിലാക്കിയ ഈശ്വര സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ഈശ്വര ചൈതന്യങ്ങൾ നമുക്ക് തരുന്ന ഭാഗ്യത്തിൻ്റെ പൂർണ്ണ അനുഗ്രഹമാണ് രാജയോഗങ്ങൾ. അത് 5 ചേർന്ന് വരിക എന്ന് പറയുന്നത് സർവത്ര ഭാഗ്യമാണ്. അത് അനുഭവിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് പൂർണ്ണ ഭാഗ്യമാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തോതിൽ തന്നെ അനുഗ്രഹിക്കാൻ കഴിയും. ഭാഗ്യദായകമായിരിക്കുന്ന ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ സൗഭാഗ്യങ്ങൾ, അതായത് ചെറിയ തുകയൊന്നുമല്ല, വലിയ തുക തന്നെ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്ന തരത്തിലേക്കെത്തും. ഞാനിത് പറയുന്നത് കേട്ടിട്ട് ഭാഗ്യക്കുറിയൊന്നും പോയി വമ്പൻ തുകയ്ക്ക് എടുത്ത് കളയരുത്. 1-2 എടുത്താൽ മാത്രം മതിയാകും. ഭാഗ്യദായകമായി ഈശ്വരനെ വിചാരിച്ച് നിങ്ങളുടേതായിരിക്കുന്ന മനസ്സിലെ ദുഃഖങ്ങളെല്ലാം അകറ്റി തരുന്നതിനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ച് സർവ്വ സൗഭാഗ്യങ്ങളിലൂടെ കടന്നു പോകാനുള്ള അനുഗ്രഹം തരണമേ എന്ന് ശരിക്കും മനസ്സ് അറിഞ്ഞ് പ്രാർത്ഥിച്ച് എടുത്തുകൊള്ളുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത്
ഭാഗ്യമായി തന്നെ വന്നു ചേരും. അതുപോലെ തന്നെ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച വരുമാനമുണ്ടാകും. അതുപോലെ തന്നെ ചിലവുകളൊക്കെ മികച്ചതായി മാറും. എങ്കിലും അതിനനുയോജ്യമായ തുക നിങ്ങളുടെ കയ്യിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായും ഈ രാശിക്കാരുടെ ബാങ്ക് ബാലൻസുകൾ ഇരട്ടിയാകും, യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. അതുപോലെ തന്നെ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം, ആ നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം പങ്കാളികളുടെ, അവരുടെ കൂടെ ജീവിക്കുന്നവരുടേതായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൂട്ടായ്മകളും നിങ്ങളുടെ ബിസിനസ്സിനാണെങ്കിലും മുന്നോട്ടുള്ള പോക്കിനാണെങ്കിലും ഉണ്ടാകുമെന്നുള്ളതാണ്. ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ ഉണ്ടായിരുന്നതിൽ നിന്നും തികച്ച് വ്യത്യസ്തമായി കുറേ കൂടി സന്തോഷജനകമായിരിക്കുന്ന ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ ദൂരയാത്രകളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി നടത്താൻ കഴിയും. അതുപോലെ തന്നെ പ്രണയ സാധ്യതയൊക്കെ വിജയത്തിലേക്ക് വന്നു ചേരാൻ കഴിയുന്ന വ്യവസ്ഥയിൽ എത്തിച്ചേരും. പഞ്ചഗ്രഹി യോഗം എന്ന് പറയുന്നതാണ്. 5 രാജയോഗം പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കിക്കൊണ്ട് ജീവിതം വിജയകരമായി മുന്നോട്ട് നീങ്ങുന്നതിനാവശ്യമായ എല്ലാ പദ്ധതികളും തുറന്നു തരികയാണ് ഈ രാജയോഗങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ നേട്ടങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളവ തന്നെയായിരിക്കും. ഏറ്റവും അനുഗ്രഹപൂർണമായിരിക്കുന്ന ജീവിത പശ്ചാത്തലത്തിലേക്ക് മിഥുനം രാശിക്കാർക്ക് എത്തുന്നതിനായിട്ട് തീർച്ചയായിട്ടും ഭാഗ്യം വഴിതെളിക്കുക തന്നെ ചെയ്യുന്നു. ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും സുന്ദരമായ, ഏറ്റവും സൗഭാഗ്യമായിരിക്കുന്നൊരു കാലമാണ് 2026. ഫെബ്രുവരി 23 കഴിഞ്ഞാൽ വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ജീവൽ പശ്ചാത്തലത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഈശ്വരനെ മനസ്സിൽ സൂക്ഷിക്കുക, പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ തുറന്ന് ഈശ്വരനോട് പറയുവാൻ ശ്രമിക്കുക. അടുത്തത് കന്നി രാശിയാണ്. ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിരാശി. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പഞ്ചഗ്രഹി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്നത് ജോലിയിലുള്ള സ്ഥിരത, സാമ്പത്തികമായ വർധനവ്, കാർഷിക വൃത്തിയിലുള്ള അഭിവൃദ്ധി, അതുപോലെ തന്നെ വിദേശ വ്യവസ്ഥകളിലേക്ക് പോകുവാനുള്ള ഭാഗ്യം തുടങ്ങിയവയൊക്കെയാണ് ഈ രാശിക്കാരിൽ വന്ന് നിറയാൻ പോകുന്നത്. ജോലിയിൽ ഇരട്ടി വരുമാനമുണ്ടാകും. ശമ്പള ഗതിയൊക്കെ ഇരട്ടിയായി മാറും. എന്നാൽ നിക്ഷേപങ്ങളൊക്കെ വർദ്ധിക്കുമെങ്കിലും അത് സുരക്ഷിതമായി നിലനിൽക്കും. ചിലവുകളൊക്കെ ഇരട്ടിയാകുമെങ്കിലും ആ ചിലവായി പോകുന്ന തുക തീർച്ചയായും തിരികെ ലഭിക്കും. കന്നി രാശിക്കാരായ നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പൊരുത്തക്കേടുകളൊക്കെ മാറി സൗഭാഗ്യദായകമായിരിക്കുന്ന ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ വഴികളും തുറന്നു കിട്ടും. ജീവിതത്തിൽ സ്വത്തുമായി നിലനിന്നിരുന്ന തർക്കങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. തീർച്ചയായും ആ തർക്കങ്ങളിൽ ബന്ധപ്പെട്ടവരെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുകയും മനസ്സിൻ്റെ സന്തോഷം നിറയുന്ന തരത്തിൽ അതിൻ്റെ ഭാഗം ലഭിക്കുകയും ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അത്തരത്തിൽ സൗഭാഗ്യദായകമായിരിക്കുന്ന പഞ്ചഗ്രഹി യോഗമാണ് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ കാത്തു നിൽക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ നന്മ നിറഞ്ഞ മേഖലകളിൽ നിങ്ങൾ എത്തപ്പെടും. അതിലൂടെ നിങ്ങൾക്ക് സൗഭാഗ്യമുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ വളരെ സമാധാനവും സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞ കുടുംബാന്തരീക്ഷമുണ്ടാകും. പിതാവിൻ്റെ പൂർണ്ണ പിന്തുണ എല്ലാ കാര്യത്തിലും നിങ്ങൾക്കുണ്ടാവും. പഞ്ചഗ്രഹി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കന്നി രാശിക്കാരെ നക്ഷത്രജാതരായിരിക്കുന്ന ആളുകൾക്ക് സമ്പത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു കാലമായി പഞ്ചഗ്രഹി യോഗത്താൽ നിറഞ്ഞു നിൽക്കുന്ന 2026 അനുഗ്രഹീത വർഷമാകും. തീർച്ചയായും എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസ തലമാണെങ്കിലും അതുപോലെ തന്നെ തൊഴിൽ മേഖലയാണെങ്കിലും കാർഷിക വൃത്തിയാണെങ്കിലും എന്ന് വേണ്ട ഏതു തരത്തിലാണ് കന്നിരാശിക്കാർ ചെന്ന് ബന്ധപ്പെടുന്നത് ആ മേഖലകളെല്ലാം തന്നെ വിജയപൂർണമായിരിക്കുന്ന ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. 5 രാജയോഗങ്ങൾ തീർച്ചയായും ഈ രാശിക്കാരെ മുഴുവൻ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത നൽകി ചേർത്തു നിർത്തുക തന്നെ ചെയ്യും. എല്ലാ സൗഭാഗ്യങ്ങളും ഈ നക്ഷത്ര ജാതർക്ക് ലഭിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.